ദിലീപേട്ടന്റെ ഇല്ലേ കേസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, നമ്മൾ വിവാദങ്ങൾ എന്തിനാണ് വലിച്ചെടുക്കുന്നത്? അത് ജനങ്ങൾക്ക് ഈ സിനിമ കാണുന്നതിനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെ തെറ്റ് ചെയ്യാത്തവരാരാ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബൈബിൾ വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കണ്ടേ? നമ്മളിവിടെ ആരാ പാപം ചെയ്യാത്തത്? എല്ലാവരും പാപം. ഒരു രീതിയിലും ഇപ്പൊ ദിലീപേട്ടന്റെ സിനിമകളെ അത് ബാധിക്കത്തില്ലല്ലേ? ഒരു രീതിയിലല്ല, അതിന് കൂടുതലാണ്. ദിലീപേട്ടന്റെ പടത്തിലാണ് നല്ല നല്ല നായകന്മാർ. പെർഫോമൻസ് കൊണ്ട് എന്റെ പൊന്നെ ഒരു രക്ഷയില്ല, പൊളിച്ചു. എന്താ പെർഫോമൻസ്! ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ലടാ, ഇവിടെ തന്നെ ഉണ്ട്. സിനിമ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ആ കല്യാണം, ആ വെഡിങ്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് ഇമോഷണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിലീപ് ചേട്ടനാണെങ്കിൽ അത്ര കോമഡി അടിക്കാറുണ്ട്, പക്ഷേ ഈ ഇമോഷനോട് ഭയങ്കര അങ്ങനെ. പിന്നെ അല്ലാണ്ട് ആ പെണ്ണാണെങ്കിൽ തെറ്റുകാരനെ എന്താണെന്ന് മനസ്സിലായി ലാസ്റ്റ്. ഞാൻ വിചാരിച്ച ട്വിസ്റ്റ് വേറെ, ദിലീപൊക്കെ കണ്ടുപിടിക്കുന്നതാണ് എന്തുകൊണ്ട് ലാസ്റ്റ് പ്രശ്നമുണ്ട്, പക്ഷെ ഇവൾ തന്നെ പോയിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. അതാണ് ഏറ്റവും വലിയ. റിവ്യൂസ് ഒക്കെ കേട്ടിട്ടാണോ സിനിമ കാണാൻ? ആ റിവ്യൂസ് കേട്ടിട്ടുണ്ട്, നല്ല റിവ്യൂസ്. അടിപൊളി കേട്ടിട്ടുണ്ടല്ലോ. ഇനി ദിലീപ് ചേട്ടൻ മുന്നോട്ട് വരട്ടെ, അതാണ്. ദിലീപേട്ടന്റെ ഈ വിവാദങ്ങൾ, കേസുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളില്ലേ, കേട്ടിട്ടുണ്ട് ഞാൻ. അല്ല, അത് സിനിമയെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമയെ ബാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം ദിലീപേട്ടന്റെ കാലമായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ സിനിമകളുടെ? ദിലീപേട്ടൻ പണ്ടത്തെ അത്ര സജീവമല്ലല്ലോ സിനിമയില്, ഇനിയിപ്പം സജീവമാകുമെന്ന് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ശരി, ചേച്ചി സിനിമയെ കുറിച്ചൊരു സൂപ്പർ നല്ല മൂവി കണ്ടിരിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ പറയുക, സമൂഹത്തിനോട് പറയാനുള്ളത്, ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ലേ, സോഷ്യൽ മീഡിയയോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും. മനുഷ്യൻ്റെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ എങ്ങനെ കടന്നു ചെല്ലുന്നു എന്നുള്ളത്, ഏത് രീതിയിൽ ചെല്ലാൻ പാടില്ല എന്നുള്ളതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ കമൻറ്റ് ഇടുന്നതും ഇത് കേട്ടോന്നെ ചാറ്റ് ചെല്ലുന്ന ആൾക്കാർ കാണുന്നവരൊക്കെ ചീത്ത പറയും. അവനവൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റും, അതാണ് ഏറ്റവും പറ്റും. സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ചിന്തിക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് ചിന്തിക്കാൻ പറ്റും. അത് തന്നെ ലൈഫ്, അതിനപ്പുറത്തേക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ദിലീപേട്ടാ. ദിലീപേന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പഴയ ദിലീപേണ്ട തിരിച്ചു കിട്ടിയാ? പഴയ ദിലീപേട്ട എവിടെ പോയിട്ടില്ലല്ലോ. എന്തൊരു പെർഫോമൻസ് രണ്ടുപേരും. എല്ലാവരും കണ്ടിരിക്കണം, നിങ്ങൾ ഉൾപ്പെടെ കാണേണ്ട പടമാണ്, കണ്ടിരിക്കണം. അതാണ് ദിലീപേട്ടന്റെ ഇല്ലേ കേസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ, നമ്മൾ വിവാദങ്ങൾ എന്തിനാണ് വലിച്ചെടുക്കുന്നത്? അത് ജനങ്ങൾക്ക് ഈ സിനിമ കാണുന്നതിനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെ തെറ്റ് ചെയ്യാത്തവരാരാ? നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബൈബിൾ വചനങ്ങളൊക്കെ നമ്മൾ ഓർക്കണ്ടേ? നമ്മളിവിടെ ആരാ പാപം ചെയ്യാത്തത്? എല്ലാവരും പാപം. ഒരു രീതിയിലും ഇപ്പൊ ദിലീപേട്ടന്റെ സിനിമകളെ അത് ബാധിക്കത്തില്ലല്ലേ? ഒരു രീതിയിലല്ല, അതിന് കൂടുതൽ ബാധിക്കേണ്ടത്. അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ നല്ല അദ്ദേഹത്തിന് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ടാർഗറ്റ് വിങ്, ഒരു ടീം തന്നെ ഇവിടെ മലയാളത്തിൽ ദിലീപേട്ടനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ദിലീപേട്ടൻ തെറ്റ് ചെയ്തു എന്നുള്ളത് നമുക്കാർക്കും പ്രൂഫുകളൊന്നുമില്ല, കാരണം കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ ദിലീപേട്ടനെ എന്താ ചെയ്യേണ്ടത്. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദിലീപ് ഇങ്ങനെ ഒരു പാപം ചെയ്ത ആളാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ഇല്ലാണ്ടാക്കിയത് ഇവിടുത്തെ ഈ പറഞ്ഞ താരങ്ങളൊക്കെ തന്നെ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളതാണ്. ദിലീപേട്ടൻ പാപം ചെയ്തിട്ടുണ്ടെന്ന് കോടതി ശിക്ഷിക്കട്ടെ. അതുവരെ കുറ്റക്കാരനൊന്നുമല്ല ദിലീപേട്ടൻ, പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അക്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം കുറേ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കൊല്ലമായില്ലേ, കാരണം ഇത്രയും ഒരു മനുഷ്യൻ എന്തോരം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം വിഷമിച്ച് അഭിനയിക്കുന്ന പല സീനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്, കാരണം അതൊക്കെ ഈ പറഞ്ഞ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പരിപാടികളായിരിക്കും. എന്തായാലും ദിലീപേട്ടൻ മലയാളത്തിൽ ഒരിക്കലും നമുക്ക് ഉപേക്ഷിച്ച് പോകേണ്ട ഒരാളല്ല. കാരണം നമ്മുടെ ഫാമിലി ആയാലും എല്ലാത്തിനും നമ്മൾ ഒരുപാട് കണ്ടു ചിരിക്കുകയും ഇഷ്ടപ്പെട്ടുള്ള ഒരു നടൻ തന്നെയാണ് ദിലീപ്. ഇവിടെ പാപം ചെയ്യാത്തവരാണ്, എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. അവരവരുടേതായ രീതിയിലേക്ക് മാറുമ്പോൾ എല്ലാവരും പാപം ചെയ്യാറില്ലേ? ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പുറമേ പറയില്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെല്ലാം സമൂഹത്തിൽ തെറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒന്നും ഈ ലോകത്ത് ശരിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായച്ചിത്തം വർഷങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹം എന്താണ് ഇനി പറയേണ്ടതിന്? അപ്പോൾ അതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഈ വിവാദങ്ങളൊന്നും ഈ സിനിമയെ ബാധിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു കലാസൃഷ്ടിയാണ്, അത് തുടർന്ന് നിൽക്കണം. അദ്ദേഹം ഒരു സെലിബ്രിറ്റി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, അദ്ദേഹം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. എത്ര തൊഴിലാളികൾ അദ്ദേഹത്തെ കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കോടതി ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കോടതി തീരുമാനിക്കട്ടെ. ദിലീപ് എന്ന് പറയുന്ന ആക്ടറിനെ അല്ലെങ്കിൽ ദിലീപ് എന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ള കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇനി വരുന്ന ആളുകൾ ദിലീപേട്ടന്റെ സിനിമകളുടെ കാലമായിരിക്കും തോന്നുന്നുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ദിലീപേട്ടൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ദിലീപേട്ടന് പറഞ്ഞില്ലേ കുറേ മാറ്റങ്ങൾ വരുത്തണം. അദ്ദേഹം തന്നെ മാറ്റങ്ങൾ, കഥകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറേയൊക്കെ മാറ്റം വരുത്തണം. എപ്പോഴും ഈ കോമഡി ട്രാക്കൊക്കെ പിടിക്കാതെ കുറച്ചും കൂടെയൊക്കെ സസ്പെൻസ് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നതാണ് മലയാളികൾ. അപ്പോൾ അങ്ങനെയുള്ള സസ്പെൻസ് ത്രില്ലർ മൂവികളൊക്കെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഒരു കംബാക്ക് ഉണ്ടാവും.
എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ദിലീപേട്ടൻ്റെ ഈ സിനിമ എന്തായാലും നമ്മുടെ തിയേറ്ററിൽ പെട്ടുപോട്ട സിനിമയല്ല. എന്തായാലും നമുക്ക് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. കാരണം കണ്ടന്റ് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്ത് വൃത്തികേടും ഏതൊരു മനുഷ്യനെക്കുറിച്ചും ഏതൊരു ആൾക്കാരെക്കുറിച്ചും വൃത്തികേട് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ താരങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ പേരെടുത്ത് ഞാൻ പറയാം. ഒന്ന് ചെകുത്താനെ പോലുള്ള, അപ്പോൾ ലാലേട്ടനെയൊക്കെ പറഞ്ഞില്ലേ വ്യക്തിഹത്യ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതിനകത്ത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ആ നായിക ശരിക്കും പറഞ്ഞാൽ അലൻ ജോസ് പെരേരയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ അവർ പോയേക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കുറിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ആരോടും ഒരു അനാവശ്യമായിട്ട് നമ്മുടെ അമ്മ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നൊരു ആളല്ല നമ്മുടെ അമ്മ. അതുപോലും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നമ്മളൊരു മനുഷ്യഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നതല്ല. അപ്പോൾ അത്തരം മെസ്സേജുകൾ ഇതിനകത്തുണ്ട്. അപ്പം മലയാളികളായിട്ടുള്ള നമ്മൾ ഒന്നും അറിയാത്ത കുറേ ആൾക്കാർ എന്താ അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എല്ലാം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കിതൊക്കെ ഒരു തിരിച്ചറിവായിട്ട് മാറുന്നതാണ്.